ഗോവിന്ദം സീരിയലിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോർട്സ് വീഡിയോയും കൂടി ചെയ്യുന്നത്. ഷോർട്സ് എന്ന് വെച്ചാൽ തീരെ ഷോർട്ടൊന്നും അല്ല. അതായത് നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ റിവ്യൂ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഡയലോഗും കൂടി അത് ഉണ്ടാവും, സംസാരിക്കുന്ന ഡയലോഗും കൂടി അതുപോലെ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സ്റ്റോറി മാത്രം പറയത്തേ ഉള്ളൂ. ഇത് 19-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. 19-ാം തീയതിയിലെന്ന് വെച്ചാൽ 20-ഉം 21-ാം തീയതിയിലൊന്നും ഗീതാ ഗോവിന്ദം സീരിയലില്ല, ശനിയും ഞായറും ഇല്ല. അപ്പോൾ പിന്നെ ഇന്ന് തിങ്കളാഴ്ചത്തേ ഉള്ളൂ. തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇനി വരത്തേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് 19-ാം തീയതിയിലെ ആരും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ലെങ്ത് വീഡിയോ ഇല്ല. അപ്പോൾ ലെങ്ത് വീഡിയോ ഇല്ലെന്നല്ല, ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ അത് പോയിട്ട് കാണുക. അല്ലാതെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് സമയമൊന്നുമില്ല, അപ്പോൾ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോവാം. അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിലെ ഈ എപ്പിസോഡിലെ കാണുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ എപ്പിസോഡിലെ കഥ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. താല്പര്യമുള്ളവർ ഇത് കാണുക, അല്ലാതെ മറ്റേത് തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ അത് പോയി കാണുക. എന്തായാലും നമ്മൾ ഇപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയും കൂട്ടിയിട്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടി നമ്മുടെ സ്റ്റെം സെൽസ് മാറ്റി വയ്ക്കുന്നതിനെക്കുറിച്ച് ഡോക്ടറോട് സംസാരിക്കാൻ പോകാനായിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ പോകാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് എന്താ നമ്മുടെ വിജയലക്ഷ്മിയെ കാത്താണ് കിടക്കുന്നത് എന്നുള്ള കാര്യം ഗോവിന്ദന് അറിയില്ല. ഗോവിന്ദനോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ കൂടി വരും, അവരെക്കാണ് ഡോക്ടറെ കൂടുതലായിട്ടും പരിചയമുള്ളത്, അപ്പോൾ അവരെ കൂടി കൊണ്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള കള്ളത്തരമൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഗോവിന്ദും ഗീതവും കൂടി വെയിറ്റ് ചെയ്യുകയാണ് വിജയലക്ഷ്മിയെ കാത്ത്. കുറച്ച് സമയം കഴിയുമ്പോൾ വിജയലക്ഷ്മി വരുവാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ വിജയലക്ഷ്മിയെ കാണുമ്പോഴത്തേക്ക് ഗോവിന്ദ് കട്ടായം പറയുകയാണ്, ഇവർ വരണ്ട, ഇവർ കൂടെ വരാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മിയോട് പറയാണ്, ഇവിടെ ഇരുന്നോളൂ, ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഗീതു ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് ഗോവിന്ദനോട് പറയാണ്, ഇവരില്ലാതെ പോയിട്ട് കാര്യമൊന്നുമില്ല, കാരണം സ്റ്റെം സെൽസ് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അവരുണ്ടെങ്കിലേ പറ്റൂ, കാരണം അവരുടെ സ്റ്റെം സെൽസ് മാത്രമേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ. കാരണം കണ്ണേട്ടനും രഞ്ജുവുമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വിജയലക്ഷ്മി അമ്മയുടെ സ്റ്റെം സെൽസേ മാറ്റി വെക്കത്തുള്ളൂ, അതുകൊണ്ട് അവർ കൂടി വന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദന് ഒരു വിധം പറഞ്ഞിങ്ങനെ സമ്മതിപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്തിന് അവർണികയുടെ കോള് കൂടി വരികയാണ്. ഈ അവർണികയും ഗീതവും കൂടി തമ്മിൽ ഒത്തുതീർപ്പല്ല, അവർ തമ്മിലുള്ള ഒരു കരാറാണ് ഇങ്ങനെ ഫോൺ വിളിക്കുക എന്നുള്ളത്. അവർണിക അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഗീതു ഇങ്ങനെ സ്പീക്കറിൽ ഇടുകയാണ് ഫോണ്. എന്നിട്ട് ഗോവിന്ദന് കൂടെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടുപേരും കൂടി നിൽക്കുന്ന സമയത്തിന് ഫോൺ സ്പീക്കർ ഇട്ടിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അവർണിക കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഗീതുവിനോട്, എനിക്ക് സുഖമില്ല ഗീതാഞ്ജലി, എൻ്റെ വയറ് നല്ല വേദനയുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, വീട്ടിൽ മറ്റാരും ഇല്ല, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർണിക കരഞ്ഞ് സംസാരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവർണിക ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർണിക മനസ്സുകൊണ്ട് ചിരിക്കുകയാണ്. അങ്ങനെ ഫോൺ വിളിച്ച് കഴിയുമ്പോൾ ഗോവിന്ദ് അവർണികയെ ആശ്വസിപ്പിക്കുകയാണ്, അവർണികയെ പേടിക്കേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല, പെട്ടെന്ന് തന്നെ ഗീതു അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അജാസിൻ്റെ കാറിന് വിളിച്ച് പറയുകയാണ്. അതിന് മുമ്പായിട്ട് ഗോവിന്ദ് പറയുകയാണ് വിജയലക്ഷ്മി അമ്മയെ അജാസിൻ്റെ കാറിൽ കയറ്റി വിടാം, എന്നിട്ട് ഗോവിന്ദിൻ്റെ വണ്ടിയിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ അവർണിക കോൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അജാസിനെ കൂട്ടി ഗീതുവിനെ അവർണികയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വിടാം എന്നുള്ള രീതിയിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവരെൻ്റെ കൂടെ എന്തായാലും എൻ്റെ വണ്ടിയിൽ വരണ്ട, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവരെ മറ്റൊരു ടാക്സി വിളിച്ച് വിടാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗീതു ഒരു വിധം പറഞ്ഞൊപ്പിക്കുകയാണ്, ടാക്സിക്കൊക്കെ പെട്രോളിനൊക്കെ ഭയങ്കര വിലയാണ്, എന്തായാലും കണ്ണൻ്റെ വണ്ടിയുടെ മൂലയിൽ അങ്ങനെ അവരിരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അജാസ് വരികയാണ്. അങ്ങനെ അജാസ് ശരിക്കും പേടിച്ചു പോവുകയാണ്. എന്താണെന്ന് അറിയാൻ വയ്യ, പെട്ടെന്ന് വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ അജാസ് പേടിച്ചു പോവുകയാണ്. അങ്ങനെ ഗീതു പറയാണ്, ഒന്നുമില്ലക്ക, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇക്കയുടെ കൂടെ വരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം വിജയലക്ഷ്മി അമ്മയെ നൈസിന് നമ്മുടെ ഗീതു ഫ്രണ്ട് സീറ്റിലേക്ക് കൊണ്ടിരുത്തുകയാണ്. എൻ്റെ കണ്ണേട്ടനെ അങ്ങനെ ഡ്രൈവറാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ടേ നിങ്ങൾ ഫ്രണ്ടിലിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫ്രണ്ടിലിരുത്തുകയാണ്. അങ്ങനെ ഗോവിന്ദ് വിജയലക്ഷ്മിയും കൊണ്ട് പോവുകയാണ്. അജാസിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഗീതു പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ തമ്മിലുള്ള പദ്ധതി, അവർണികയും ഗീതുവും തമ്മിലുള്ള പദ്ധതിയെപ്പറ്റി നമ്മുടെ അജാസിന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഗീതു. അതിനുശേഷം ഗീതു പറയുകയാണ്, എന്തായാലും ഇനി അറയ്ക്കൽ വീട്ടിലെ രാധിക അമ്മയുടെ അസ്തമനവും വിജയലക്ഷ്മി അമ്മയുടെ ഉദയവും ഒരുക്കി നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കണ്ണേട്ടൻ്റെ മനസ്സിൽ രാധിക അമ്മയോടുള്ള വെറുപ്പും കൂടും, വിജയലക്ഷ്മി അമ്മയോട് സ്നേഹവും കൂടും എന്നൊക്കെ പറയുകയാണ്.
അതിനുശേഷം അജാസും ഗീതുവും കൂടി പോവുകയാണ്, കാറി കയറി പോവുകയാണ്. അതേസമയം ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പലപ്പോഴും സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദ് അതിന് കൂട്ടാക്കുന്നില്ല. കേൾക്കണ്ട എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അവർ കുറേ ദൂരം പോകുമ്പോഴത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി അമ്മയോട് ഗോവിന്ദ് ഒരു പെട്ടിക്കടയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ചായക്കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചായ വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയുകയാണ്, എന്തായാലും നീ എന്നോട് ചോദിച്ചില്ലേ, അത് എന്നെ വളരെ സന്തോഷം, വിഷം വാങ്ങിച്ച് തന്നാലും ഞാൻ കഴിച്ചോളാം, എനിക്ക് അത്രയ്ക്ക് പ്രിയമാണ് നിന്നോട് എന്നിങ്ങനെ പറയുകയാണ്. ഗോവിന്ദ് ഒരു ചായ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഒരു ചായ വാങ്ങിച്ചിട്ട് രണ്ടുപേരും രണ്ട് മൂലയിൽ നിന്ന് കുടിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി നേരെ നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കണേ, എന്തിനാ മോനെ നീ എന്നോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഗോവിന്ദ് പറയാണ്, നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദ് നൈസിന് ഒഴിവാവുകയാണ്. അപ്പോൾ ആ സമയത്ത് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, മോനെ നീ നന്നായിട്ട് പാട്ട് പാടുന്ന ഗീതു പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അമ്മ പഠിപ്പിച്ച സ്വരങ്ങളൊന്നും നീ മറന്നിട്ടില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, സ്വരങ്ങൾ മാത്രമല്ല ഒന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, മോനെ നിന്നെ വലിയൊരു പാട്ടുകാരനാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ നിനക്ക് അരങ്ങേറ്റം കുറിക്കാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എന്തുകൊണ്ടാണ് പറ്റാഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ കയ്യിരിപ്പുകൊണ്ട് തന്നെയാണ് പറ്റാഞ്ഞത്, നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയില്ലേ, എൻ്റെ അച്ഛനെ എന്നെ തേച്ചൊട്ടിച്ചിട്ട് പോയില്ലേ എന്ന് ഗോവിന്ദ് ചോദിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത്, അല്ല മോനെ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നതൊന്നും അല്ല, സത്യങ്ങളൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, എന്ത് സത്യങ്ങൾ? ഒരു സത്യങ്ങളുമില്ല, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിജയലക്ഷ്മി പറയാണ്, ഗോവിന്ദ് എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും മാധവേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ നീ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നതെല്ലാം തെറ്റിദ്ധാരണകളാണ് എന്നിങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ്. ആ സമയത്ത് ഗോവിന്ദ് പറയുകയാണ്, എന്ത് തെറ്റിദ്ധാരണ? അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത്, പിന്നീട് എങ്ങനെയാണ് രഞ്ജു നിങ്ങളുടെ മകളായിട്ട് ജനിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ വിജയലക്ഷ്മി സ്തംഭിച്ചു പോവുകയാണ് ആ ചോദ്യം കേൾക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതിനുശേഷം എന്താണ് നമ്മുടെ വിജയലക്ഷ്മിക്ക് സംസാരമൊക്കെ അങ്ങ് മുട്ടിപ്പോവുകയാണ്, എന്ത് പറയണമെന്നറിയാത്ത ആ ഒരു സങ്കടത്തിലിരിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ്, എൻ്റെ അമ്മ രാധികാമ്മയാണ്, ഒരു അമ്മയോടുള്ള സ്നേഹവും പരിഗണനയൊക്കെ കിട്ടിയത് എനിക്ക് രാധികാമ്മയിൽ നിന്നാണ്. നിങ്ങൾ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ എൻ്റെ രാധികാമ്മയ്ക്കാണെങ്കിൽ വളരെ ചെറുപ്പമായിരുന്നു, അച്ഛനാണെങ്കിൽ നല്ല പ്രായമുള്ള ആളായിരുന്നു, എന്നിട്ട് സ്വന്തം യൗവനം പോലും നോക്കാതെ എൻ്റെ അച്ഛനൊരു ജീവിതം കൊടുത്ത എൻ്റെ രാധികാമ്മയാണ് എൻ്റെ ഹീറോ എന്ന് ഗോവിന്ദ് തീർത്തു അങ്ങ് പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ചായക്കടയിലേക്ക് പൈസ കൊടുക്കാൻ പോകുന്നു. വിജയലക്ഷ്മി വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഈ വെള്ളം ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയാണ്, നിങ്ങൾ എന്തിനാണ് കുടിക്കുന്നത് ഇത്? അപ്പോൾ ഉടനെ അവർ പറയുകയാണ്, മോനെ നീ കഴിച്ചതിൻ്റെ ബാക്കി അമ്മയ്ക്ക് അമൃതാണ്, ഇതിനു മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ ഗീതുവിനെ ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയത്, നിങ്ങളെ ഒപ്പം യാത്ര ചെയ്യാനേ എനിക്കിഷ്ടമല്ലായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഗീതുവിൻ്റെ നിർബന്ധമാണ് നിങ്ങൾ വരണം എന്നുള്ളത്, അപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ ഈ യാത്ര നിങ്ങൾക്കൊപ്പം തയ്യാറാവുന്നത് തന്നെ രഞ്ജുവിന് വേണ്ടിയിട്ട് മാത്രമാണ്, രഞ്ജുവിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം അവളുടെ സ്റ്റെം സെൽസ് മാറ്റി വെക്കണം എന്നുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ സ്റ്റെം സെൽസ് മാത്രമല്ലേ അവൾക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താണ് വിജയലക്ഷ്മി ദേഷ്യം വരികയാണ്. പെട്ടെന്ന് നിൽക്കാത്ത കണക്ക് ദേഷ്യം വരികയാണ്. വിജയലക്ഷ്മി പറയുകയാണ്, നിർത്തടാ വണ്ടി, നിർത്താൻ എന്നിങ്ങനെ പറയുന്നത്. ഗോവിന്ദ് അങ്ങനെ വണ്ടി നിർത്തുകയാണ്. ഇറങ്ങടാ ഇങ്ങോട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഇറങ്ങുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത്, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരുന്നത്? പിന്നെ രഞ്ജുവിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഗീതു എന്നോട് പറഞ്ഞിട്ടുള്ളായിരുന്നു, അത് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്നൊന്നും ഗീതു എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ ലക്ഷത്തിൽ ഒരാൾ മാത്രം ജീവിക്കാൻ ചാൻസ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് എന്തിനാണ് എൻ്റെ മോളെ തള്ളിവിടുന്നത്? എനിക്ക് അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കണ്ണിന് നേരെ എനിക്ക് അവളെ കാണണം എന്നേ ഉള്ളൂ, അല്ലാതെ എൻ്റെ മോളെ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കരുത് എന്നിങ്ങനെ പറയണം. അതിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, അത് വർഷങ്ങൾക്ക് മുമ്പല്ലേ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞത്, ഇപ്പോൾ എന്താ പറയുക, വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ സ്റ്റെം സെൽസ് കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഗോവിന്ദ് പറയുകയാണ്. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. എത്ര കോടികൾ വേണമെങ്കിലും ചിലവാക്കും എന്ന് പുള്ളിക്കാരൻ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, നിൻ്റെ കോടികളൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചോ, പക്ഷേ ഈ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല, ഒരു ഉറപ്പും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് എന്നെ കട്ടായം വിജയലക്ഷ്മി പറയുകയാണ്.
അതിനുശേഷം വിജയലക്ഷ്മി കാറിൽ കയറുകയാണ്. അങ്ങനെ ഗോവിന്ദൻ കാറിൽ കയറുകയാണ്. അവർ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്, വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നല്ലൊരു എപ്പിസോഡാണ്. ഇതിൻ്റെ എന്താണ് പറയുന്നത്, ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ലെങ്ത് വീഡിയോ വന്നിട്ടുണ്ട്. ലെങ്ത് വീഡിയോയിൽ ഒരു കുഞ്ഞു ഭാഗം മാത്രം അതിലിട്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഗോവിന്ദനോട് വിജയലക്ഷ്മിയും ഗോവിന്ദനും തമ്മിൽ സ്റ്റെം സെൽസ് മാറ്റി വയ്ക്കുന്ന കാര്യം പറഞ്ഞത് മാത്രം ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഉൾപ്പെടുത്താഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അത് ലെങ്ത് കുറച്ച് പോയത് കൊണ്ട് മാത്രമാണ് അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഞാൻ കരുതിയത് ഈ വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഈ വീഡിയോയിലെല്ലാം പറഞ്ഞു ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ അത് ചെയ്തിരുന്നെങ്കിൽ കുറേയേറെ അത് ലെങ്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാതിരുന്നത്. എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് ഓടി വാ വന്ന് കമൻറ്റൊക്കെ ഇട്ടിട്ട് പോ. അതുപോലെ തന്നെ വന്നിട്ട് ഒരു കുത്തി ലൈക്കൊക്കെ ചെയ്തിട്ട് പോ. ഡിസ്ലൈക്ക് വേണമെങ്കിൽ അതും ചെയ്തിട്ടിട്ട് പോ. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ്, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും രാത്രി പ്രൊമോ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാത്തിരിക്കുക. ഇനി എന്താണ്, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയുമായിട്ടും റിവ്യൂമായിട്ടൊക്കെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.